വീട് പണി നടന്നിട്ടിരിക്കണേന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടിട്ട് നമ്മൾ വീട് പണി തുടങ്ങിയേക്കാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും കൂടി കാറി കയറി എങ്ങോട്ടാണ് എന്നായിരിക്കും ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ജസ്റ്റ് ഒരു ട്രിപ്പ് പോവുകയാണ്, ഒരു വൺ ഡേ ട്രിപ്പ്. അങ്ങനെ ഒരുപാട് ദിവസം പ്ലാൻ ചെയ്തിട്ട് പോണ ഒരു ട്രിപ്പൊന്നും അല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് തലേ ദിവസം പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം പോകുന്നു, അങ്ങനെ പോകണേ. അപ്പോൾ ഈ സെക്കൻഡ് സാറ്റർഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിച്ചേനൊക്കെ ഓഫീസ് അവധിയാണ്. അപ്പോൾ ഓഫീസിലുള്ള ചേച്ചി, ഹസ്ബൻഡും പിള്ളേരും പിന്നെ നമ്മൾ ഫാമിലി അങ്ങനെയാണ് കാറിന് പോകുന്നത്. അപ്പോൾ ഓർക്കുന്നുണ്ടാവും ഈ കാറിൽ ഇത് എങ്ങനെ എല്ലാവരും കൂടി കയറിയത്. ഞങ്ങൾ ഇച്ചിരി സ്നേഹമൊക്കെ കൂടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുട്ടി ഉരുമയൊക്കെ ഇരുന്നൊക്കെ അങ്ങ് പോയി. എനിക്ക് ഈ കാറിലും ബസ്സിലൊക്കെ കയറുമ്പോഴത്തേനും വോമിറ്റിംഗ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ മരുന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ ട്രാവൽ തുടങ്ങിയത്. പക്ഷേ കഴിക്കാനായിട്ട് അവർ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം കഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കേൾക്കുന്നത്. സാധാരണ നമ്മൾ വെറും വയറ്റിൽ മരുന്ന് കഴിക്കണമെന്നാണ് പറയാറുള്ളത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ശരണഭവനിലാണ് കയറിയത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഒന്ന് തത്തിക്കളിച്ചൊക്കെ നിന്നിട്ട് നമ്മൾ നേരെ വീട് പണി നടക്കുന്നിടത്ത് പോന്നു കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ഇത് എൻ്റെ വീടല്ല, ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെ വീടാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകുന്നത്. എനിക്കൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതും കഴിഞ്ഞ് നമുക്ക് കുറേ ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി തുടങ്ങുമായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയാൻ പാടില്ല. അപ്പോൾ ഈ വീട് നമ്മുടെ കൂട്ടത്തിലുള്ള ഫാമിലിയുടെ റോണി ചേച്ചിയുടെയൊക്കെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ അവരുടെ വീട് വരുന്നത് അങ്കമാലിയിലാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കണേ. ഏഴാറ്റുമുഖം. നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ തന്നെ ഇതിൽ കാണുന്ന എണ്ണപ്പനകളാണ്. ഈ എണ്ണപ്പന തിന്നാൻ വേണ്ടിയിട്ട് ആന കാടിറങ്ങാറുണ്ട് എന്ന് പറയണ കേൾക്കാട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. നമുക്കത് പോണ വഴിയെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഏഴാറ്റുമുഖത്ത് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് രണ്ട് ജില്ലകളെ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ അത്. നമ്മുടെ ഇത് ഇപ്പുറത്ത് നമ്മുടെ എറണാകുളം ജില്ലയും ആ ഒരു ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും അപ്പുറത്ത് തുമ്പൂർമൊഴി, തൃശ്ശൂർ ജില്ലയിൽപ്പെടുന്ന തുമ്പൂർമൊഴി എന്ന് പറയുന്നൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കടന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ മറ്റൊരു ജില്ലയിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കളിക്കാനായിട്ട് പിള്ളേർക്ക് ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഏറുമാടം കാണാം, പക്ഷെ അതെന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അത് കയറാതിരിക്കാനായിട്ട് ഇതുപോലെ കെട്ടി വെച്ചേക്കുകയാണ്. പിന്നെ കപ്പിൾസായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കാറ്റും കൊണ്ട് നല്ല ആ ഒരു തണലത്തൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആ ഒരു ബ്രിഡ്ജ് ഇതായിരുന്നു കേട്ടോ. ഇതിവിടെ ഇരുന്നത് ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ശാന്തതയും ഒരു കുളിരും ഒക്കെ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്ക് ഒരു സുഖമായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറണമെന്നുള്ളത് കൊണ്ടിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ബ്രിഡ്ജിലേക്ക് കയറിയപ്പോഴത്തേനും ചെറിയ ആട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈറ്റ് പേടിയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഷെയ്ക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാനതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം എൻ്റെ ഈ പേടി ഞാനല്ലാതെ വേറെ ആരും അറിയരുതെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖത്ത് നിന്ന് തുമ്പൂർമൊഴി വരെ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടന്ന് തിരിച്ചിപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ചും കണ്ടു പിടിച്ചില്ലെങ്കിൽ ഇതവന്മാർ ഇതേപോലെ തട്ടിപ്പറിച്ച് മേടിച്ച് കഴിക്കോട്ടോ. ഇവിടെ വന്നിരുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം തട്ടിപ്പറിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതിനത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഏഴാറ്റുമുഖത്ത് നിന്ന് തൃശ്ശൂർ സൂ കാണാൻ വേണ്ടി പോകുന്ന ഒരു റൂട്ടാണിത്. ഇപ്പോൾ ഈ ഏഴാറ്റുമുഖം തന്നെയാണിത്. ഇവിടെ നിറയെ എണ്ണപ്പനകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പന കഴിക്കാൻ വേണ്ടിയിട്ട് കാടിറങ്ങി ആന വരാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ചെന്ന സമയത്തൊന്നും ആനനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ആനച്ചൂരുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. ഈ ഒരു റൂട്ടാണെന്നുണ്ടെങ്കിൽ കാണാൻ വെറുതെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ കൈതക്കൃഷി, അതിൻ്റെ അപ്പുറത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ നിറയെ എണ്ണപ്പനകളും കാടും ഒത്ത നടുക്കുകൂടി ഇങ്ങനെ അരുവി ഒഴുകണതും കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു റൂട്ടിലൂടെയുള്ളൊരു യാത്ര ഞാൻ പെട്ടെന്നെങ്ങും തീരല്ലേന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര.
അങ്ങനെ നമ്മുടെ നീണ്ട വനയാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ തൃശ്ശൂർ ജില്ല കടന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിക്ക് കടകടകടകടാന്ന് സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയൊക്കെ നോക്കി അതിൻ്റെ അടിയിലൊന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ലേ. വീണ്ടും വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് തൊട്ടടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ ഒരു വർക്ക്ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവിടെ കയറിയപ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു മെക്കാനിക്ക് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ വീല് ഫുള്ള് അഴിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ബ്രേക്ക് പാഡ് തേഞ്ഞ് പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ വണ്ടിയായിട്ട് അവിടെ ശരിയാക്കാനായിട്ടൊക്കെ നിന്നിട്ടാണ്. അപ്പോഴത്തേക്കും സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആ ചേട്ടൻ തന്നെ പറഞ്ഞു, നിങ്ങളന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോളാം. എന്താ പറയാനുള്ളത്? വണ്ടി ശരിയാക്കി കിട്ടാൻ ടൈം എടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോയാ റോണി ചേച്ചി ചോറും ഞാൻ കറികളുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറികളായിട്ട് നമുക്ക് ചിക്കൻ വറുത്തതും അച്ചിങ്ങയും പച്ചക്കായ ഒലത്തിയതും മോരുചാറുമാണ് ഉണ്ടായിരുന്നത്. മോരുചാറ് നമ്മൾ കെട്ടിവെച്ച കവറിൽ അതിൻ്റെ ഒരു മൂടി ലൂസായത് കൊണ്ടിട്ട് കുറച്ച് സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ വണ്ടിയിലേക്ക് കയറി ഇനി നമ്മൾ സൂയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ സൂയിലെ കാഴ്ച ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിലുള്ള ഈ ഒരു 330 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മെയിൻ എൻട്രൻസിലേക്ക് ഇറക്കിയിട്ട് അവർ രണ്ടുപേരും കൂടി കാറ് പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അവർ കാറ് പാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറിയിട്ട് അപ്പോൾ അവിടെ കണ്ടത് സെൽഫ് ടിക്കറ്റിംഗ് കിയോസ്കും ഉണ്ട്, അതല്ലാതെ ടിക്കറ്റ് കൗണ്ടേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ അഡൾട്ടിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 70 റുപ്പീസും കുട്ടികൾക്ക്, അതായത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരുന്നത് 20 രൂപയും സീനിയർ സിറ്റിസൺസിന് 30 രൂപയുമാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് മാത്രം വരുന്നത്. പിന്നുള്ളൊരു ടിക്കറ്റ് ചാർജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതായത് ഈ ഒരു സൂ മുഴുവനും ചുറ്റി കണ്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വന്നാലും 2-2.5 മണിക്കൂർ എടുക്കും നമ്മൾ നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓരോ സ്റ്റേഷനിലും ഈ ഒരു സൂവിൻ്റെ അകത്ത് മാത്രമായിട്ട് ഓടുന്ന ഒരു ബസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിന് ടിക്കറ്റ് ചാർജ് ഉണ്ട്. ആ ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ടിന് 30 രൂപയും കിഡ്സിനാണെന്നുണ്ടെങ്കിൽ 20 രൂപയുമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ ആവശ്യമില്ലാണ്ടിരിക്കില്ല, കാരണം നമ്മൾ കുറച്ച് നടന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആകെ ടയേർഡാകും. കാരണം ഇത്ര ഏക്കറിന് കിടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു ഏക്കർ കണക്കിന് കിടക്കുന്ന പാർക്കിൽ നമ്മൾ ഇത്രയും ടിക്കറ്റ് ചാർജൊക്കെ കൊടുത്തിട്ട് നമുക്ക് വെർത്താണോ ഇല്ലയെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാമേ. അപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ, വാ നമുക്ക് ഇനി പാർക്കിനകത്തേക്ക് ഉള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ സൂവിനുള്ളിലേക്ക് കയറി. സൂവിനുള്ളിലെ ആദ്യത്തെ ആനിമലിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ആനിമലിനെ ഞങ്ങൾ ഇവിടെ നിന്നേ കണ്ടേ. അപ്പോൾ കൈയൊക്കെ ചൂണ്ടി ലിയോനെ കാണിച്ചു കൊടുക്കുന്നതാണ് ആ കാണുന്നത്. ഈ ഒരു ആനിമലിന് പേരിടൽ ഭയങ്കര ഒരു ക്രൂഷ്യലായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവിടെ എഴുതി വെച്ചിരുന്നത് മുതലാന്നായിരുന്നെങ്കിലും ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു. ചുണ്ട് കൂർത്തിരിക്കുന്ന മുതലയായതുകൊണ്ടിട്ട് അത് മുതലയല്ല ചീങ്കണ്ണിയാണെന്ന് ഒരു കൂട്ടരും അല്ലാതെ മുതലയാണെന്ന് മറ്റൊരു കൂട്ടരുമായിരുന്നു. ശരിക്കും ഇവർ ഞങ്ങളെ മുതലാന്ന് പറഞ്ഞ് ചീങ്കണ്ണിയെ കാട്ടിയാണോ പറ്റിച്ചതെന്ന് വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചിരിച്ച് പറഞ്ഞു പോയായിരുന്നേ. അങ്ങനെ നമ്മൾ മുതലക്കുട്ടനെയും കണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരുകൾ ആരും മുതലനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തിന് എൻ്റെ ഭർത്താവ് പോലും ആദ്യമായിട്ടാണ് നേരിട്ട് മുതലനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിച്ചേണ്ടും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനിതിന് മുന്നേ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരം സൂവിൽ പോയിട്ടുള്ളത് കൊണ്ടിട്ട് ഇതിനെല്ലാത്തിനെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഇത് അനങ്ങാഞ്ഞത് കൊണ്ടിട്ട് ഞങ്ങൾ ഓർത്ത് ഇതിനി റോബോട്ടാണോ എന്ന് ഓർത്തിട്ട് അനങ്ങുന്നില്ല. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നേരെ താഴോട്ട് പോയി. അപ്പോൾ ഇതെന്താണ് സ്വിച്ച് ഇട്ടിട്ട് ചെയ്തേണമെന്ന് ഓർത്ത്
പക്ഷേ അല്ല, അത് ഒറിജിനൽ തന്നെയാണ്. കാരണം അതിൻ്റെ തൊട്ടടുത്ത് വേറെ മുതല നീന്തി വരുന്നുണ്ടായിരുന്നേ, ഞങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നെക്സ്റ്റ് ഏരിയയിലേക്ക് പോയി. അവിടെ ദേടാ കൊക്കമ്മാവനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കൊക്കിനെയൊക്കെ കണ്ട്, കൊക്കാണ് എന്താണെന്ന് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് ഓർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കൊക്കും പിന്നെ കുറേ താറാവൊക്കെ ആയിട്ട് ആ ഒരു ഏരിയയിലുണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മലയണ്ണാനെ കണ്ടിട്ടാ, മലയണ്ണാൻ്റെ വെള്ളച്ചുണ്ടൻ മലയണ്ണാൻ, പിന്നെ എന്താണ് വെള്ളപ്പൂവ് മലയണ്ണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയും വെള്ളപ്പുള്ളിയൊക്കെ വന്നേക്കണോണ്ടിട്ട് ഇതിന് പേരിൽ ചെറിയ ചെറിയ ചേഞ്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിനെന്താണ് ആ പേര് വന്നേക്കണേന്നുള്ളത്. കാരണം ആ ഒരു പേരുമായിട്ട് മാച്ച് ചെയ്താണ് അതിൻ്റെ ഒരു ബോഡി ഇരിക്കുന്നത്. അങ്ങനെ അതിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് നടന്നേ. അപ്പോൾ തേടാ ഒരു മയിൽ ഇങ്ങനെ അങ്ങ് പേര് തിരിച്ചങ്ങ് നിൽക്കണം കേട്ടോ. ഈ ഒരു പെൺമയിലിനെ വശത്താക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ആ മയിൽ കിടന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് ഒരു തരത്തിലും അവൾ മയങ്ങൂല എന്നുള്ള രീതിയിലാണ് പെൺമയിൽ മാറി നിൽക്കുന്നത്. ഞങ്ങൾക്കൊക്കെ കണ്ടിട്ട് ചിരി വരണമായിരുന്നു. അതുകൊണ്ടിട്ട് എന്താണ്, നമുക്ക് നല്ല മയിൽ ഇങ്ങനെ പീലി വിരിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റിയിട്ട് നല്ലൊരു സൗണ്ടായിരുന്നു. അതിങ്ങനെ പീലി വിരിച്ചിട്ട് ഇങ്ങനെ നല്ല കൊടയണ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അങ്ങനെ നിന്നത് കാണിച്ചുകൊണ്ടിരുന്നേച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു അവനെ മയിലെന്നായിരുന്നില്ല പേരിടേണ്ടത്, കോഴിയെന്നായിരുന്നു. കാരണം അത്രയ്ക്ക് കോഴിത്തരമായിരുന്നു അവൻ അവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരുന്നേച്ചത്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വേറൊരു ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൊക്കിനെയാണ് കേട്ടോ കണ്ടത്. കൊക്കിനൊക്കെ ഡിഫറെൻറ്റ് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയത് കൊണ്ടിട്ടാണ് എനിക്ക് അതിൻ്റെ പേരുകളൊന്നും പറയാനായിട്ട് പറ്റാത്തത്. ഈ ഒരു സുവോളജിക്കൽ പാർക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഇത് മലമ്പ്രദേശം കൂടി ആയതുകൊണ്ടിട്ട് കയറ്റം ഇറക്കം അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ നടന്ന് തന്നെ ടയേർഡാകും. പിന്നെ ഈ ഒരു ബസ് സർവീസ് എന്ന് പറയണത് ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ ബസ് സർവീസ്. ബാക്കി അവിടെയുള്ള ആനിമൽസിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ വന്നാലും നടന്ന് ചുറ്റി തന്നെ കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ചിലത് താഴെ ആയിരിക്കാം, ചിലത് മേളിലായിരിക്കാം. അപ്പോൾ നമ്മൾ നടന്ന് അതിനെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് റൗണ്ട് അടിച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് താഴെയുള്ള ആനിമൽസിനെ കാണണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെ നടന്ന് നമ്മൾ ഇതൊരു ഫസ്റ്റ് സ്റ്റേഷനിൽ തന്നെ ഉള്ളൊരു ഏരിയയിലുള്ള ആനിമൽസ് ആയിരുന്നു ഈ കാണുന്നതെല്ലാം. അവിടെ തന്നെ മാനുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കലമാൻ, പുള്ളിമാൻ, പിന്നെ മ്ലാവ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വെള്ളം പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേഷൻ നമുക്ക് നടന്ന് തന്നെ കാണണം. സെക്കൻഡ് സ്റ്റേഷൻ മുതലാണ് ബസ് ഉള്ളത്. അപ്പോൾ ബസ്സിന് പോകുന്നതിന് മുന്നേ ആയിട്ട് അവിടെ കുറച്ച് സ്റ്റാളുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബസ് വന്ന് അങ്ങനെ നമ്മൾ വേഗം ബസ്സിലേക്ക് കയറി അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നുട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റേഷനിലെ കാഴ്ചകൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാമേ. നമ്മൾ ഈ നട്ടപ്പുറ വെയിലത്ത് നടക്കുന്നതിൻ്റെയൊക്കെ ക്ഷീണം നമ്മുടെ മുഖത്ത് കാണാനുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തി. അവിടെ കണ്ടത് കാട്ടുപോത്തിനെയാണ്. കാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് അത് കാണുന്ന പോലെ അല്ല കേട്ടോ, വീഡിയോയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല സൈസുള്ളൊരു കാട്ടുപോത്തായിരുന്നേ. അതിനെയും കണ്ട് നമ്മൾ കുറേ അങ്ങ് നടന്ന് താഴോട്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും എമു റിയ എന്നാണ് ഇതിന് എഴുതി വെച്ചേക്കുന്നത്. ഈ റിയ എന്ന് പറയണത് ഒട്ടകപ്പക്ഷിനെയാണോ എന്ന് എനിക്ക് കൃത്യം അറിയാൻ പാടില്ല. പക്ഷേ അവിടെ ബോർഡ് കൊടുത്തേക്കുന്നത് എമു എന്നും ഉണ്ട്, റിയ എന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെയും കണ്ട് അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടിട്ട് എനിക്കിങ്ങനെ കൈയും കാലും കുളിയിട്ടാണ് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് തിരിച്ച് കയറിയിട്ടാണ് പുലീനെയും പിന്നെ കടുവനെയൊക്കെ കാണാൻ വേണ്ടി പോയത്. കാരണം നമ്മൾ ആദ്യമേ തന്നെ മേളിൽ നിന്ന് ഇതിനൊക്കെ കണ്ടിട്ട് വേണമായിരുന്നു താഴോട്ട് ഇറങ്ങാനായിട്ട്. അതായത് ഈ റിയനെയും എമൂനെയും പിന്നെ നമ്മൾ ഹിപ്പോനെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പുലീനെയൊക്കെ കണ്ടതിന് ശേഷം ഇറങ്ങിയിരുന്നത് വെച്ചാൽ നമുക്ക് ആ സ്റ്റേഷനിൽ നിന്ന് തന്നെ ബസ് പിടിച്ച് നേരെ തിരിച്ച് താഴേക്ക് നമ്മുടെ എൻട്രൻസിലേക്ക് തന്നെ പോകുമായിരുന്നു. ഇത്രയുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മേളിലേക്ക് ചെന്നിട്ട് പുലീനെയും കടുവനെയൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ എൻട്രൻസിലേക്കുള്ള ബസ് കയറി പോവുകയാണ്. അപ്പോൾ ഇത്ര ആനിമൽസാണ് കറൻ്റ്ലി അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു 70 രൂപയ്ക്ക് വെറുത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചുറ്റി നടന്നിട്ട് ഇത്രയും ആനിമൽസിനെ കണ്ടുള്ളല്ലോ എന്നുള്ളൊരു പരാതി ഞങ്ങൾക്ക് ശരിക്കും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വെയിലത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ആനിമൽസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഇതിന് മുന്നേ തിരുവനന്തപുരം സൂവിലൊക്കെ
പോയിട്ടുള്ളതുകൊണ്ടിട്ട് എനിക്ക് അവിടെയുള്ള ആനിമൽസിനെ കണ്ടിട്ട് ഇവിടെ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ഏകദേശം 1-2 തന്നെ ഉള്ളൂ. ഈവൻ നമ്മുടെ പക്ഷികൾ പോലും അങ്ങനെ പറയത്തക്ക ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അത് തുടക്കമായതുകൊണ്ടിട്ടായിരിക്കാം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു 1-2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപിടിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ആനിമൽസിനെയൊക്കെ കൊണ്ട് നിറയുമായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് നേരെ പോയത് CSR ചെക്ക് ഡാമിലേക്കാണ്. നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചാലും പരിപാടി മോശമാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ കാണുന്ന CSR ചെക്ക് ഡാം നമ്മൾ വീഡിയോയിൽ കണ്ട് പോയിട്ട് ഇവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ അതിൽ നിന്ന് കവിഞ്ഞൊഴുകേണ്ടതിന് പകരം അതിന് താഴെ കൂടിയൊക്കെയാണ് വെള്ളം ഒഴുകിയത്. അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് താഴെ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകണം കണ്ടുകൊണ്ടിട്ട് അത്രയ്ക്ക് അങ്ങ് ഒരു പ്രതീക്ഷിച്ച ആ ഒരു ഫീൽ കിട്ടാൻ കൊണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം ആ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് ഇരുന്നിട്ട് നേരെ തിരിച്ചു വിട്ടാം. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കട കണ്ടു, കാന്താരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കടയിൽ കയറിയിട്ട് ഈ ഒരു കാന്താരി മുട്ട ട്രൈ ചെയ്ത് പറയാൻ പറ്റൂല കേട്ടോ, നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ, വെർത്തായിരുന്നത്. അങ്ങനെ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായപ്പോഴത്തേക്കും വീഡിയോ എടുത്തിട്ട് ഞാൻ നിർത്തി. ഈ ഒരു 1 ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫോൺ അനുവദിച്ചില്ല, സ്വിച്ച് ഓഫ് ആകും ഏത് നിമിഷവും. അപ്പോൾ അതുകൊണ്ടിട്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ, സീ യു.